ഹലോ ഗൈസ്, അഗൈൻ വെൽക്കം ബാക്ക് ടു ഫിറ്റ്ല. സോ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് IOCs ഇൻ സൈബർ സെക്യൂരിറ്റി. സൈബർ സെക്യൂരിറ്റിയിൽ എന്താണ് IOC? സോക്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ ഒരു IOC എന്ന് പറയുന്നത്. നമ്മളിതിനു മുമ്പ് ഒരു സൂചിപ്പിച്ചിട്ടുണ്ട് എന്താണ് IOC എന്നുള്ള കാര്യങ്ങളൊക്കെ. സോ ഇന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടത് നോക്കാം. ഓക്കെ, IOC എന്ന് പറഞ്ഞാൽ ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് കോംപ്രമൈസ് എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഒരു അറ്റാക്കോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ എന്തെങ്കിലും തരത്തിലുള്ള അറ്റാക്കോ കാര്യങ്ങളോ നടന്നു കഴിഞ്ഞാൽ, ഒരു പൊട്ടൻഷ്യൽ ഇൻട്രൂഷനോ കാര്യങ്ങളോ നടന്നു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും നമുക്കറിയാം ഒരു ക്രൈം സീനിൽ എന്താണ് വിലപിടിപ്പുള്ള സംഭവമാണ്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ക്രൈമിനെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുന്ന ഒരു കാര്യമാണ് അവിടെയുള്ള നമുക്ക് ഈ ഒരു തെളിവുകൾ എന്ന് പറയുന്നത് ഇല്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഒരു സൈബർ സെക്യൂരിറ്റിയിലേക്ക് വരുന്ന സമയത്തും അവിടെ നമുക്ക് തെളിവുകളായിട്ടുണ്ടാകുന്ന ഒരു സംഭവമാണ് ഈ ഒരു IOCs എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയായിരിക്കും ഈ ഒരു സൈബർ അറ്റാക്ക് നടന്നാൽ അവിടെ കിട്ടുന്ന തെളിവുകളെന്ന് പറഞ്ഞാൽ, അവിടെ പലതരത്തിലുള്ള IPs കിട്ടാം, പിന്നെ അതുപോലെ തന്നെ ഹാഷ് വാല്യൂസ് കിട്ടാം. അപ്പോൾ ഇത്തരത്തിലുള്ള ക്ലൂസ്, ആർട്ടിഫാക്ട്സ്, പീസ് ഓഫ് ഫോറൻസിക് ഡാറ്റ, ഇതിനെയാണ് നമ്മൾ പറയുന്നത് ഈ ഒരു IOCs എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവഴി എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു ഫോറൻസിക്കലി ആ ഒരു ടീം ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു സൈബർ ക്രൈമും കാര്യങ്ങളും എന്താ പറ്റും തെളിയിക്കാൻ പറ്റും. അതുപോലെ തന്നെ ആ ഓർഗനൈസേഷനിൽ ഇൻട്രൂഷൻ എങ്ങനെ നടന്നു, എന്തായിരുന്നു അതിന് കാരണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. IOCs ആക്ട് ആസ് എ ഗുഡ് സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ അബൌട്ട് ത്രെഡ്സ് ദാറ്റ് serves as data points in that incident triage process. അപ്പോൾ ഇൻസിഡൻറ്റ് ട്രിയാജ് ചെയ്യുന്ന സമയത്ത് ട്രിയാജ് പ്രോസസ്സിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഗുഡ് സോഴ്സ് ഓഫ് ഇൻഫർമേഷനാണ് ഈ IOCs എന്ന് പറയുന്നത്. ദെൻ അതുപോലെ തന്നെ ഒരു സോക്ക് അനലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്ററും കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് ഈ ഒരു IOCs വഴി എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്നുള്ള ഈ സൈബർ ത്രെറ്റിനെതിരെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പെട്ടെന്ന് റെസ്പോണ്ടും കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അതായത് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കമ്പനിയിൽ എന്ത് ചെയ്തു, ഒരു അറ്റാക്ക് നടന്നു. അപ്പോൾ ആ ഒരു കമ്പനി അറ്റാക്ക് നടന്ന സമയത്ത് എനിക്ക് വന്ന IP അഡ്രസ്സ്, അറ്റാക്ക് വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു അറ്റാക്കറിൻ്റെ IP അഡ്രസ്സ് എനിക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് ബാക്കിയുള്ള കമ്പനീസിന് അത് ഷെയർ ചെയ്ത് കൊടുക്കാം. ഇന്നൊരു IPന്ന് എന്തെങ്കിലും തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ബ്ലോക്ക് ചെയ്യണമെന്നുണ്ട്. ആ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ ഒരു അറ്റാക്കിനെ മറ്റ് കമ്പനികളിൽ തടയാനായിട്ട് സാധിക്കും. അങ്ങനെയും ഈ ഒരു IOCs കൊണ്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഗുണങ്ങളുണ്ട്. നിങ്ങളൊരു IT പ്രൊഫഷണൽ ആണോ, അല്ലെങ്കിൽ മറ്റൊരു പ്രൊഫഷനിൽ നിന്നും കരിയർ സ്വിച്ച് ചെയ്ത് സൈബർ സെക്യൂരിറ്റി ഡൊമൈനിലേക്ക് വരാനോ പഠിക്കാനോ ആഗ്രഹിക്കുന്നവരാണോ എങ്കിൽ ഫിറ്റ്ല ടയർ 1 പ്രീമിയം പേഴ്സണൽ ട്രെയിനിംഗ് വഴി നിങ്ങൾക്കും സൈബർ സെക്യൂരിറ്റി പഠിക്കാം. 1-to-1 മെൻറ്റർഷിപ്പ്, അതായത് നിങ്ങളും ട്രെയിനറും മാത്രമേ ക്ലാസ്സിലുണ്ടാവൂ, അതും നിങ്ങളുടെ ആവശ്യാനുസരണം സിലബസ് കസ്റ്റമൈസ് ചെയ്തുകൊണ്ട്. കഴിഞ്ഞില്ല, എടുക്കുന്ന ക്ലാസ്സിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ ഞങ്ങളുടെ പോളിസി പ്രകാരം ഫുൾ എമൗണ്ട് റീഫണ്ടും. ഫോർ മോർ ഡീറ്റെയിൽസ് താഴെ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യൂ. ഇനി നമുക്ക് സോക്ക് അനലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യുന്നുണ്ട്, ഇതുപോലുള്ള ഈ ഒരു ഡാറ്റ ബ്രീച്ച്, അതുപോലെ തന്നെ മാൽവെയർ ഇൻട്രൂഷൻ അറ്റംപ്റ്റ്സ് അല്ലെങ്കിൽ ത്രെറ്റ് ആക്ടിവിറ്റീസ്, ഇതിനെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു IOCs നമുക്കൊരു സോക്ക് അനലിസ്റ്റിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഉപയോഗിക്കാം എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു സോക്ക് അനലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അറ്റാക്കിൽ, എങ്ങനെയാണ് ഇത് നടന്നേക്കുന്നത്, വാട്ട് ഹാപ്പൻ, എന്താണ് നടന്നേക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ഈ ഒരു IOCs വഴി നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഈ റെസ്പോൺസ് ടൈം ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ടു ഇംപ്രൂവ് റെസ്പോൺസ് ടൈം ആസ് വെൽ ആസ് അപ്ഗ്രേഡ് ഡിറ്റക്ഷൻ റേറ്റ് ഓഫ് ദ ത്രെഡ്സ്. ഈ ഒരു എത്രത്തോളം നമുക്ക് ഇതുപോലെ IOCsഉം കാര്യങ്ങളും നമ്മൾ ഫീഡ് ചെയ്യുന്നോ അത്രത്തോളം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു റെസ്പോൺസ് ചെയ്യാനുള്ള ടൈമും കാര്യങ്ങളും കുറച്ചും കൂടെ പെട്ടെന്നാക്കാനായിട്ട് സാധിക്കും. കാരണം ഇന്നൊരു IP എന്നാണെന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു അറ്റാക്കർ ഇതുപോലെ ഈ ഒരു IP വെച്ചിട്ട് പലയിടത്തും അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു അറ്റാക്കിൻ്റെ ഒരു സ്വഭാവം കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഫീഡ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറിയാനായിട്ട് സാധിക്കും. ദെൻ അതുപോലെ തന്നെ പ്രൊവൈഡ് സോക്ക് അനലിസ്റ്റ് വിത്ത് ഡാറ്റ ഫീഡ്സ് ദാറ്റ് ക്യാൻ ബി ഫെഡ് ഇൻ ടു ദ ഓർഗനൈസേഷൻ ഓട്ടോ റെസ്പോൺസ് മെക്കാനിസം. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഓട്ടോ റെസ്പോൺസ് മെക്കാനിസം SOAR പോലുള്ള പ്ലാറ്റ്ഫോമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഫീഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറ്റാക്കറിനെതിരെ എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു അറ്റാക്ക് തടയാനും ഇൻട്രൂഷൻ ആ ഒരു അറ്റാക്കും കാര്യങ്ങളും തടയാനായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ദെൻ അതുപോലെ തന്നെ താഴെ പറയുന്ന ക്വസ്റ്റ്യനുള്ള ആൻസേഴ്സ് നമുക്ക് കിട്ടും. ഒരു സോക്ക് അനലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം താഴെ പറയുന്ന ക്വസ്റ്റ്യനുള്ള ആൻസേഴ്സ് കിട്ടും. എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ്? ഡസ് ദ ഫയൽ കൺസിസ്റ്റ് ഓഫ് മലീഷ്യസ് കണ്ടൻറ്റ്? ഒരു ഫയൽ കിട്ടിക്കഴിഞ്ഞാൽ ആ ഫയലിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള മലീഷ്യസ് കണ്ടൻറ്റ് ഉണ്ടോ? മലീഷ്യസ് കണ്ടൻറ്റ് ഉണ്ടോ എന്നെങ്ങനെ നോക്കുന്നത്? ഇതുപോലെ നമുക്ക് നേരത്തെ കിട്ടിയിരിക്കുന്ന ഫീഡ് വെച്ചിട്ട് അതിനകത്ത് മലീഷ്യസ് ആയിട്ടുള്ള ഇപ്പോൾ ഹാഷ് വാല്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ഒരു നമുക്ക് കിട്ടിയിരിക്കുന്ന ഫയൽസിലെ ഹാഷ് വാല്യൂ ഇതിനു മുമ്പ് വേറെ ഏതെങ്കിലും കമ്പനികളിൽ അറ്റാക്ക് നടത്താനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ വഴി ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും,
ഈസ് ദ ഓർഗനൈസേഷൻ നെറ്റ്വർക്ക് കോംപ്രമൈസ്ഡ്, നമ്മുടെ നെറ്റ്വർക്ക് കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ഹൗ ഡിഡ് ദ നെറ്റ്വർക്ക് ഗെറ്റ് ഇൻഫെക്റ്റഡ്, എങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ ഒരു അറ്റാക്ക് നടന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു കമ്പനിയിൽ ഒരു അറ്റാക്ക് നടന്നേക്കുന്നത്, എങ്ങനെയാണ് ഇൻഫെക്റ്റ് ചെയ്തേക്കുന്നത്, നെറ്റ്വർക്ക് എങ്ങനെ ഇൻഫെക്റ്റഡ് ആയി എന്നുള്ള കാര്യത്തിന് ആൻസർ കിട്ടും. അതുപോലെ തന്നെ വാട്ട് ഈസ് ദ ഹിസ്റ്ററി ഓഫ് ദ സ്പെസിഫിക് IP അഡ്രസ്സ്, നമുക്ക് അറ്റാക്ക് നടന്നു കഴിഞ്ഞാൽ ഈ ഒരു IP അഡ്രസ്സ് ഇതിന് മുമ്പ് വേറെ ഏതെങ്കിലും കമ്പനിയിൽ ഇതുപോലെ അറ്റാക്ക് നടത്തിയിട്ടുണ്ടോ, അറ്റാക്കർ ഈ ഒരു IP ഉപയോഗിച്ചുകൊണ്ട് അറ്റാക്ക് നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് സാധിക്കും. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് IOCSനെ പറ്റിയിട്ട് പറയാനായിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ മാത്രം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ താങ്ക് യു ഓൾ.